ഇന്നൊരു വൈകുന്നേരത്തെ വീഡിയോ ആയിട്ട് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ വൈകുന്നേരം ചോറും കറിയൊക്കെ വെക്കാൻ പോകും കേട്ടോ. രാവിലെ വെച്ച് പിന്നെ വൈകുന്നേരം കേട്ടോ വെക്കുള്ളൂ. 2 നേരം വെക്കണം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വെള്ളം ബോറിംഗ് വെള്ളം ആയതുകൊണ്ട് ചോറൊക്കെ വെച്ച് രാത്രി ആകുമ്പോൾ കേട് വരും കേട്ടോ. അതുകൊണ്ട് ഞാൻ രാവിലേക്കുള്ളത് ഉച്ചക്കുള്ളത് മാത്രം വെക്കും, പിന്നെ വൈകുന്നേരം രാത്രിക്കുള്ളത് വെക്കും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഇതാ നമ്മൾ ചോറ് വെച്ച് വാർത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു അരച്ച് രസം ഇട്ട് വെക്കണം. അത് നമ്മൾ വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക്, ജീരകം, കുരുമുളക്, തക്കാളി, ആവശ്യത്തിന് പുളി കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ട് പിന്നെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പും ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. മൂപ്പിച്ചെടുക്കുക. എണ്ണയിൽ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും ഉലുവയും പൊട്ടിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ചതച്ചതൊക്കെ അതിലിട്ടിട്ട് പിന്നെ ആവശ്യത്തിന് നമുക്ക് എത്ര കറി വേണം അതിനനുസരിച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ അരച്ച രസം വേഗം സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ വെണ്ടിക്ക ഉപ്പേരി കേട്ടോ. വെണ്ടിക്കയും വലിയുള്ളിയും വണക്കിയിട്ട് ഒരു ഉപ്പേരി പോലെ വെക്കുക കേട്ടോ. പിന്നെ പപ്പടം ഉണ്ട്. പപ്പടം വേണ്ട കുട്ടികളൊന്നും ഉപ്പേരി കൂട്ടൂല, അപ്പോൾ പപ്പടം മുട്ടയെ പൊരിച്ച് കൊടുക്കും. പിന്നെ ഇപ്പോൾ നിഷിമോൾക്ക് സ്കൂളിലേക്ക് രാവിലേക്കും ആയല്ലോ. വൈകിട്ട് വെക്കുന്ന സമയത്ത് രാത്രിക്കൽക്കും രാവിലേക്കും എടുക്കാൻ പറ്റും. അപ്പോൾ രസം പിന്നെ കേടന്ന് വരില്ലല്ലോ. അങ്ങനെ നമ്മുടെ അരച്ച രസം പിന്നെ ഇതാ വെണ്ടിക്ക് വലിയുള്ളിയും വട ഒരു ഉപ്പേരി കേട്ടോ. അപ്പോൾ അതാ അടുക്കള പണി റെഡി ആയിട്ടുണ്ട്. വൈകുന്നേരം വെക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഇടങ്ങറാട്ടോ. ഉച്ചക്കാകുമ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് വെക്കുമ്പോൾ അതൊരു പണി കഴിയും. 2 നേരം ആകുമ്പോൾ ഒരു ഇടങ്ങറാണ്. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 2 നേരം വെക്കണമല്ലോ. രാവിലെ പിന്നെ കറിയൊന്നും വെക്കില്ല. വൈകുന്നേരം ആകുമ്പോൾ രാവിലേക്ക് പോകും. പിന്നെ അതാ അടുപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഈ കടുക് പൊട്ടീൻ്റെയൊക്കെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മറ്റേ നമ്മൾ മാവ് അരക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കടല വേണോ അതൊക്കെ ചേർത്താം കേട്ടോ. കമൻറ്റിൽ കണ്ടതുകൊണ്ട് പറഞ്ഞതാണ്. ഞാൻ ഗ്രീൻ പീസ് 2 തരം ഗ്രീൻ പീസും 2 തരം 3 തരമൊക്കെ ഗ്രീൻ പീസ് ഉണ്ടല്ലോ, കളറ് മഞ്ഞയും പച്ചയൊക്കെ. അപ്പോൾ അത് എൻ്റെ കയ്യിൽ 2 ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ 2ഉം പിന്നെ മറ്റേ കറുത്ത കടലയും പിന്നെ ലേശം വെള്ളപ്പയർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചെറുപയർ കിട്ടിയില്ല, അതുകൊണ്ട് അത് ഇട്ടില്ല. പിന്നെ ലേശം ചോറും പച്ചരിയും കുറച്ച് ഉഴുന്നു കേട്ടോ. ഉഴുന്ന് അധികം ഇടില്ല, കുറച്ചിടുള്ളൂ. എന്നാലും നമുക്ക് അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്, കുട്ടികളും കഴിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നല്ലതാണ്. നമുക്ക് രാവിലെ ആകുമ്പോൾ അതുകൊണ്ട് പണി കഴിയും. പിന്നെ ഇതാ മാവ് ലേസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾ സ്കൂളിൽ വന്നപ്പോൾ വൈകുന്നേരം എല്ലാവർക്കും അത് ചുട്ടു കൊടുത്തു. പിന്നെ സാമ്പാറുണ്ടായിരുന്നു ഇന്നലത്തെ, അതും പിന്നെ ഒക്കെപ്പാടെ അവർ കഴിച്ചു കേട്ടോ. കുട്ടികൾക്ക് പിന്നെ ചായയും പഞ്ചസാര കിട്ടിയാൽ മതി, അപ്പോൾ അങ്ങനെ കഴിക്കും. പിന്നെ അതാ ചോറും കറിയും ഒക്കെ വെച്ച് പിന്നെ മാവ് വൈകിട്ട് ചായ കുടിച്ചതിൻ്റെയൊക്കെ പാത്രങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയാൽ പിന്നെ അടുക്കള പണി നോക്കണ്ട. പിന്നെ മഹരിബ് ബാങ്ക് കൊടുത്താൽ പിന്നെ നിസ്കാരം മോദലും അങ്ങനെ ആവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ റിയാസ്ക പിന്നെ വണ്ടി കഴുകാനൊക്കെ നിൽക്കണമെന്നുണ്ട് കേട്ടോ പുറത്ത്. കുഞ്ഞാപ്പ എവിടെ ഇരിക്കണേ? ഓടുന്നു നോക്ക ചാടാൻ. അവനെ തുറന്നു വിട്ടാൽ അവന് സ്വതന്ത്രയാണ്. കയറിൽ കളിക്കുന്നത്. മിച്ചർ വേണ്ടേ? മിച്ചർ എന്നാ മിച്ചർ. അത് പറ്റിയിട്ടില്ല എനിക്ക്. അത് പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? മിച്ചർ പറ്റിയില്ല. എടാ എനിക്ക് മിച്ചർ പറ്റിയില്ലേന്ന്.
നീ അവിടെട്ടാ അവിടുന്ന് കളിച്ചോട്ടാ അത് വരും. അപ്പോൾ റിയാസ്ക വണ്ടി വീണ് നോക്കാൻ പോകട്ടെ ഞങ്ങൾ. ഞാൻ റേസിനോട് അത് ഓറഞ്ചിൻ്റെ ഡ്രസ്സ് എടുക്കുമോ? അതിന് അപ്പുറത്തെ എവിടെതാ അതിൻ്റെ മുകളിൽ കിടക്കുന്നുണ്ട്. മുകളിൽ ഡ്രസ്സ് കൊല്ലടാ. അപ്പം നമ്മുടെ സൈഡ് ഭാഗോട്ടത് സൈഡ് ഇവിടെ നമ്മൾ മോട്ടറൊക്കെ തിരിക്കുക. പിന്നെ ഇവിടെ ഒരു കറിവേപ്പില തീയുണ്ട്. പിന്നെ ഇതാ ചെമ്പരത്തി ഉണ്ട് കേട്ടോ. അവിടെ നമുക്ക് എണ്ണ കാച്ചണമെങ്കിലൊക്കെ ഇല കിട്ടും. ഇത് ബാഗ് തൊടിയും കാര്യങ്ങളൊക്കെ കേട്ടോ. നമുക്ക് അത്ത വണ്ടിയാണ് നോക്കാം. റേസും സൈക്കിളോട്ട് ഇവിടെ ഒരു കുഞ്ഞു റോസൊക്കെ ഉണ്ട് കേട്ടോ. റോസ് ഇവിടെ നിറയെ റോസ് ഉണ്ട് കേട്ടോ. ബ്ലഡ് റോസ് അടിപൊളി റോസ് ഉണ്ട് കേട്ടോ. മെയിൻ റോഡ് ഇവിടെ നിന്നിട്ട് മുരിങ്ങയൊക്കെ പൊട്ടിച്ച് തെഴുക്കുണ്ട് തിരിച്ചല്ലേ. റിയാസ്കല വണ്ടി ആണ് കേട്ടോ. റോസ് ചന്നുണ്ടല്ലേ. റോസാപ്പൂവിന് വീഡിയോ എടുക്കുക. ആയിക്കോട്ടെ. നിറയെ റോസ് ഉണ്ടല്ലേ. ഇത് നമ്മുടെ ഓണറിൻ്റെ വീടാട്ടോ. അവിടെ ഒരു നായ്ക്കുട്ടി ഉണ്ട് കേട്ടോ. ഇത് ബുദ്ധിയാണെന്നറിയാം. അതാ നിൽക്കണുണ്ടോ. ഇവിടുത്തെ മരങ്ങളൊക്കെ വെട്ടിയിട്ടാ. പുളിഞ്ചി ഉണ്ടായിരുന്നില്ലേ. പിന്നെ കറിവേപ്പില അടുത്ത് തള്ളു ഇതാ കിടക്കണേ മുകളിൽ. തള്ളിവിടെ. അപ്പോൾ എനിക്ക് മുകളിൽ തുണി പിഞ്ഞ് വാങ്ങിക്കണം കേട്ടോ. അല്ലെങ്കിൽ തുണികളൊക്കെ അങ്ങനെ ചെടുക്കിടുന്ന് വീഴും. എവിടെ ഇത് അത് വേണ്ട. ബാക്കും കൊണ്ട് അടിക്ക്. പാറാമില്ല ചൊറിയും. അതിൻ്റെ ബാക്ക് വശം കൊണ്ടേ തട്ടിയത്. തട്ടുങ്ങട് താഴ്ത്തു വീണു. നാളെ റഹീസ് കുട്ടിൻ്റെ ബർത്ത്ഡേ ആണ്. ഞാൻ റഹീസു നാളെ റഹീസിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ഗൈസ്. പിന്നെ തുണികളൊന്നും ഉണങ്ങിയിട്ടില്ല. ഞാൻ താഴ്ത്തു പോയി വന്ന് കിടക്കും. ഓക്കെ. വാലടങ്ങി നേരത്തെ വാലടച്ചിട്ട് ഭയങ്കരമായി കൊതുക് കയറും. പിന്നെ റഹീസ് കുട്ടിൻ്റെ ബർത്ത്ഡേ ആണ്. പിന്നെ ഞങ്ങളുടെ വെഡ്ഡിങ് ഡേയും കൂടെയാണ്. രണ്ടും ഒരുമിച്ചിട്ടാണ് കേട്ടോ. ഇതിനെ നോക്കിയാലും കാണും റിയാസ്ക്ക് വണ്ടി വീണ്. നാളെ വെഡ്ഡിങ് ഡേയും അവൻ്റെ ബർത്ത്ഡേ രണ്ടും വേണം കേട്ടോ ഒരേ ദിവസം ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ ഭയങ്കര ചെയ്യാണ് കേട്ടോ. ലൈറ്റിടും അടുത്ത് ലൈറ്റിടും. കിളി ഇവിടെ വെച്ച് കിട്ടി പറഞ്ഞു.